അച്ഛന്റെ കൂടെ ആരാണ് വന്നേക്കുന്നത് നോക്ക്. ആ ഏതോ അലവലാദികളെ വിളിച്ചോണ്ടുള്ള വരവാ. പട്ടി ഇന്ന് മനുഷ്യരാരും കിട്ടിയില്ലേ? അയ്യോ എന്റെ പൊന്നു മക്കളാണ്, എന്റെ 6ാമത്തെ മോനാണ്. ആ ചേരും. പാവം വിശേഷനേടി. ഇനി ചോറ് വിട്. അങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുപോ. ഇനി ചോറ് വിട്. ഒരു നേരം കൊടുത്താൽ മതിയടി. വേണ്ട ഇത് വാലായിട്ട് കാണിക്കും. നന്ദിയുള്ളതാണ്. ഒരു നേരം 2 നേരം പുറത്തു കൊണ്ടോ പട്ടിയെ, എന്നിട്ട് ചോറ് കൊടുത്തോളാം. പുറത്ത് അങ്ങനെ ഉണ്ടാക്കണ്ട. നീ ഇവിടെ വിളമ്പിയാൽ ആണെങ്കിൽ ഞാനും എൻ്റെ മോനും കൂടെ ഒരു പാത്രത്തിൽ കഴിക്കും. ആ ഇത് പുതിയ ഫീസാണ്. ഞാൻ ഊരിയ പഴയ ഫീസ് എന്ത് ചെയ്യടി? കറണ്ടുണ്ടോ? അപ്പം ഏത് ലൈനിൽ നിന്നാണ് ഫീസ് ഊരിയത്? എനിക്ക് ഫീസ് എങ്ങനെ അടിച്ച് പോകണം എന്നുള്ളത് എനിക്കറിയണം. അച്ഛൻ എന്തോന്നത്? ഇത് ട്രാൻസ്ഫോമിൽ ഫ്യൂസ് ആണ്. ഇത് ആപത്താണ് കേട്ടാ. എടാ കളിക്കുമ്പം കുറഞ്ഞ വർഷം തീരെ എവിടെയെങ്കിലും കളിക്കണം. അതാണ് ബാലുവിന്റെ സ്റ്റൈല് കേട്ടാ. മക്കളെ ഇത് പിടിയടാ. വേണ്ട വേണ്ട, നീ പിടിക്കണ്ട. ഞാൻ അടുത്ത പോലെ മക്കളെ പോടാ. അയ്യോ അയ്യോ മക്കളെ നിന്റെ അനിയൻ കേട്ടി പോയടാ. ഇതിൽ കപ്പയും കയറി എടുത്തുണ്ടോ? പാതാളി കറണ്ടി എടുത്തുണ്ടോ? എനിക്ക് കാച്ചി എടുക്കാം അവനെ. ഇറങ്ങണ്ടോ മകളെ എടാ അച്ഛൻ അങ്ങനെ പേടിയാക്കല്ലേ. അച്ഛൻ നല്ല ബാലൻസ് ഉണ്ട്. അതിനകത്ത് വീണ ഞാൻ തിരിഞ്ഞു നോക്കൂല. വാ ഞാൻ അതിനകത്ത് വീഴാൻ വേണ്ടി നോക്കിയിരിക്കാണല്ലേ. എന്നിട്ടാണ് നിനക്ക് വലിയ കല്ലെടുത്തല്ലേ തലയിൽ കൂടെ ഇട്ടേനെ. ഇത് കഷ്ടം. ഒന്ന് ഇറങ്ങിച്ച മക്കളെ, നിങ്ങൾ അപ്പുറത്തോടെ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. അങ്ങനെ കോമാളിത്തരം കണ്ടു നിൽക്കാണ്ട്. ജീവനക്കാരുടെ കുഴപ്പമാണ്. ഇപ്പൊ നാട്ടുകാർ കാണിക്കുന്നതാണ്. പേര് മുഴുവൻ ബോർഡിൽ. ഹലോ, എന്തോ എന്റെ പേര്? താങ്കൾ ആരാണോ? ഞാൻ രാമേന്ദ്രൻ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഏയ്യ. പുല്ല നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കായിരുന്നു. നീയാണല്ലോടാ ഇവിടെ കറണ്ട് കട്ടിന്റെ ഉത്തരവാദി. തനിക്ക് മാനസിക രോഗം വല്ലതും ഉണ്ടോ? ട്രാൻസ്ഫോമറിൽ നിന്ന് 2 പ്രാവശ്യം ഫീസ് ഊരിയെടുത്തത് നീ കണ്ടാ? നാട്ടുകാർ മൊത്തം കണ്ട്. കണ്ടെങ്കിൽ കാര്യമായിപ്പോയി. തമാശ കളിക്കരുത്. കളി കൂടുതൽ ബോർഡിനോട് കളിക്കരുത്. താനും കൂടുതൽ കളിക്കണ്ട. കറണ്ടിനോട് കളിക്കല്ലേ, കറണ്ടിന്റെ കൂടെ കളിക്കല്ലേട്ടാ. ഇവിടെ ഫീസ് കെട്ടിയിടാൻ ഒരുത്തനും ഇല്ല. ഒരു ദിവസം കറണ്ട് പോകുമ്പോ ഒരുത്തനും ഇല്ല. ഒരു ദിവസം എന്താടാ, ഒരു ദിവസം പൈസ അടച്ചില്ലെങ്കിൽ ഇവിടെ ഊരിക്കൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വരും. പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട സർ, പുള്ളി അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് സംസാരിക്കണേ. കുറച്ച് കഴിച്ചിട്ടുണ്ട് അതാ. എന്താണ് സൗകര്യ പ്രശ്നം? അറിഞ്ഞില്ലേ? ട്രാൻസ്ഫോമറിന് ഫീസ് ഊരി കളി. പോട്ട് സാറേ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. മക്കളെ കേശു, അച്ഛൻ ഫ്യൂസ് കൊണ്ടു വെച്ച് ഇങ്ങനെ എടുത്തോണ്ട് വാ. അല്ല, നമ്മളാരാ മനസ്സിലായില്ല? ഞാൻ ബാസി, ഇവിടുത്തെ റെസിഡന്റ് ആണ്. ഭാര്യ ഇവിടെ ഇല്ല, സിംഗപ്പൂർ. ഇത് കേസ് വേറെയാണ്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരം നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. സുപ്രീം കോടതി ജഡ്ജിയല്ലേ ഇതൊക്കെ വട്ടാണ്. വട്ടേന്റെ അച്ഛന് സാറിന്റെ തന്തയ്ക്ക് പറഞ്ഞാണല്ലോ. എന്താടാ നിന്റെ സാറിന്റെ? അല്ലടാ, എവന്റെ അച്ഛനും സാറിന്റെ അച്ഛനും ഒന്നാ. പിന്നെ എന്തിനാ അവന് വിഷമം പറഞ്ഞത്? എന്തിനാടാ നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല? നിങ്ങളോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാസി ഇവിടുത്തെ റെസിഡന്റ്. ഭാര്യ ഇവിടെ ഇല്ല, അങ്ങ് സിംഗപ്പൂരിൽ. സാർ വരണം. വരണം. ലോകത്തെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന രാജ്യം എന്തറിയാമോ? അമേരിക്ക. ഇന്ത്യ 5-ാമതേ ഉള്ളൂ. ബാലുവിനെല്ലാം അറിയാടാ, ബാലുവിനെല്ലാം അറിയാം. പിന്നെ നിങ്ങളല്ലേ ഇടുക്കിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന മനുഷ്യ. പരിഹസിക്കാടി. എന്റെ കഴുത്തിൽ താലി കെട്ടിയല്ലേ ഞാൻ. പിന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കൂതറയാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന്. ഇത് വൃത്തിയാ കാണിക്കണേ. ഒരൊറ്റ അടി അടിച്ചെന്നുണ്ടല്ലോ, അങ്ങനെ അമ്പിലും വില്ലിലും അടുക്കണില്ല. അവസാനം ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാ സോൾവ് ചെയ്തേ?
എന്തുവാ? ഒരു കാര്യം ചെയ് 10,000 രൂപ കൊണ്ട് പെനാൽറ്റി ആടാ. അയ്യോ 10,000 രൂപ. 10,000 രൂപ എന്ന് പറഞ്ഞാൽ 10,000 രൂപ, ഇല്ലെങ്കിൽ അവനെ പിടിച്ച് ആത്തോട്ട് വരും. ഇനിയിപ്പോ കൊടുക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനോ? ഒറ്റ വീക്ക നല്ലണ്ടല്ല ഉണ്ടാക്കി വെച്ചോളൂ ഓരോ കടങ്ങള്.